PF പെൻഷനേഴ്സ് അസോസിയേഷൻ 18ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 5-6 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷക്കാലത്തേക്ക് കർഷക സമരം ആ കർഷക സമരം അവസാനിച്ചത് ഒരു ചർച്ചയ്ക്ക് പോലും അവസരമുണ്ട്. പാർലമെന്റ് ചർച്ച നടത്തുന്ന ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങളൊക്കെ തിരഞ്ഞെടുച്ചുകൊണ്ടുള്ളതാണ് നടപടികൾ ഞാൻ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അവകാശങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ അവകാശമാണ് അത് പോരാട്ടത്തിൻ്റെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസകരമായി അത്തരം കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ടെന്ന് ഒരു വ്യാപകവും ഇന്ത്യയിലെ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് മുൻപിൽ നിരന്തരം പൊരുതുന്ന സംഘടനയാണ് PF പെൻഷനേഴ്സ് അസോസിയേഷൻ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ദുർബലമായിട്ടുള്ള പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് PF പെൻഷൻകാർ. രാജ്യത്ത് നിന്ന് 76 ലക്ഷം പെൻഷൻകാരുണ്ട്. അതിൽ 23 ലക്ഷം പേർക്കും 1000 രൂപ തികച്ചു കിട്ടാത്ത ഒരു പെൻഷൻ സ്കീമാണിത്. ക്ഷാമബത്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ലഭിക്കുന്ന പെൻഷൻ മരണാന്ത്യം വരെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് പരിഷ്കരിക്കുന്നതിന് വേണ്ടി നിരവധി പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തന്നെ ആഗസ്റ്റ് 6-8 തീയതികളിൽ ഡൽഹിയിൽ ഞങ്ങൾ സമരം നടത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പുരോഗതി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളിങ്ങനെ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ശരിയാവുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ സംഘടനാ തീരുമാനങ്ങൾ പ്രകാരം തന്നെ എല്ലാ സംസ്ഥാനത്തും ഇപ്പം PF അസോസിയേഷനുകൾ രൂപീകൃതമായിട്ടുണ്ട്. കേരളത്തിലാണ് ഇത് ആദ്യം ഉണ്ടായത്. കേരളത്തിലുണ്ടായ ഈ സംഘടനയുടെ 18ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്. ആ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സമയത്ത് കണ്ണൂർ ജനങ്ങൾ ഇത് ഞങ്ങളുടെ ഈ ദയനീയത മനസ്സിലാക്കി തന്നെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രോത്സാഹനങ്ങളും തരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഞങ്ങളിവിടെ ഒരു സ്വാഗത സംഘം വിളിച്ച് ചേർക്കാൻ തീരുമാനിച്ചതും അപ്രകാരം ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗം ബഹുമാനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ബഹുമാനായ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കണ്ണൂർ NGO യൂണിയൻ ബിൽഡിംഗ് ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ PFPA സംസ്ഥാന പ്രസിഡന്റ് TP ഉണ്ണിക്കുട്ടി അധ്യക്ഷനായി. KV സുമേഷ് MLA, KP സഹദേവൻ CITU, താവം ബാലകൃഷ്ണൻ AITU, MA കരീം, MV ശ്രീധരൻ, ജയചന്ദ്രൻ, അറക്കൻ ബാലൻ, P ഭരതൻ, TK ദിവാകരൻ, IV ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി D മോഹനൻ സ്വാഗതവും കണ്ണൂർ ജില്ലാ സെക്രട്ടറി K പത്മനാഭൻ നന്ദിയും പറഞ്ഞു. 501 അംഗ ജനറൽ കമ്മിറ്റിയെയും 51 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും വിവിധ സബ് കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ഭാരവാഹികളായി KV സുമേഷ് MLA ചെയർമാൻ, IV ശിവരാമൻ വർക്കിംഗ് ചെയർമാൻ, K പത്മനാഭൻ ജനറൽ കൺവീനർ, KM ശങ്കരൻ ട്രഷറർ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇന്നറിയാൻ കണ്ണൂർ. ഇമാനുവൽ സിൽക്സ് കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് 10 മുതൽ മെഗാ ക്ലിയറൻസ് സെയിൽ. 25 മുതൽ 75% വരെ വിലക്കിഴിവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ്. 3 ക്രോപ്പ് ടോപ്പുകൾക്ക് 399, 3 ജെൻസ് ടീഷർട്ടുകൾക്ക് 299, 3 ബോയ്സ് ടീഷർട്ടുകൾക്ക് 299, സാരികൾ 199 മുതൽ, കോട്ടൺ കുർത്തികൾ 189 മുതൽ, ധോത്തികൾ 199 മുതൽ, ജെൻസ് ഷർട്ടുകൾ 199 മുതൽ, 3 ബ്ലാങ്കറ്റുകൾക്ക് 299, 3 ബെഡ്ഷീറ്റുകൾക്ക് 299, കോട്ടൺ പില്ലോ കവറുകൾ 39 മുതൽ, ഡോർ മാറ്റുകൾ 19 മുതൽ, അജ്രക് പ്രിന്റ് കോട്ടൺ ഡ്രസ് മെറ്റീരിയലുകൾ 89 മുതൽ, സാരികൾ, ലേഡീസ് വെയറുകൾ, ജെന്റ്സ് വെയറുകൾ, കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം.